നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കിടിലൻ ഒരു പാക്കാണ്. നമുക്ക് ഈ പാക്ക് എന്ന് പറഞ്ഞാൽ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറുക, അതുമാതിരി തന്നെ മുഖം വെളുക്കുക. അതാണ് മെയിനായിട്ടുള്ളത്. നമുക്കിത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം. ഒരാഴ്ചത്തേക്കുള്ള ഉണ്ടാക്കി വെക്കണം. നമുക്ക് ഓരോ ആഴ്ച നിങ്ങൾ ഓരോ സൺഡേയിൽ ഇത് ഉണ്ടാക്കി സാറ്റർഡേ വരെ ഉപയോഗിക്കാൻ പാകത്തിന് നിങ്ങളൊരു ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക. നല്ല പോലെ വെളുക്കും പറഞ്ഞാൽ നല്ല പോലെ വെളുക്കും. സ്കിന്നിന് നല്ല മാറ്റവും നല്ലൊരു തിളക്കമൊക്കെ കൊണ്ടുവരുന്നത് നല്ല പോലെ സഹായിക്കുന്നുണ്ട്. നല്ല അടിപൊളി കിടല റിസൾട്ടാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളിത് വിടില്ല. അത്രയ്ക്ക് റിസൾട്ട് തരുന്ന സാധനമാണ് കേട്ടോ. അതിലിപ്പോൾ ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക തന്നെയാണ് ചെയ്യാറ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ട് എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഈ നല്ല അടിപൊളി സ്കിൻ വൈറ്റനിങ്ങിന് ഉപയോഗിക്കുന്ന ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. സ്കിൻ നല്ലപോലെ തിളങ്ങും. അത് ഞാൻ 100% ഉറപ്പ് തരികയാണ്. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന സാധനം ആയതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഇത്ര പറയുന്നത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കിയിട്ട് വരാം. ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യം ഇത് ശർക്കരയാണ്. ഇതിൽ നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂണാണ് 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ ശർക്കര, അതാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മുടെ ഈ ജ്യൂസ് ഉണ്ടല്ലോ, ഈ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ശർക്കരയ്ക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇപ്പോൾ നമുക്കിതിലേക്കൊരു 7-8 ടേബിൾ സ്പൂണ് ബീട്രൂട്ട് ജ്യൂസാണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ച് കത്തിക്കണം. നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മുഖത്ത് വരുന്ന പിഗ്മെൻറ്റേഷൻ മാറാനും മുഖം വെളുക്കാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു പാക്കാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അത് കൂടി നമ്മുടെ സ്കിൻ ഗ്ലോ തരാൻ നല്ലപോലെ സഹായിക്കും. അപ്പോൾ 1.5 സ്പൂൺ ശർക്കരയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ശർക്കര നിങ്ങൾക്ക് എന്താ പറയുക, ഉരുക്കിയിട്ടാണ് വെച്ചാൽ 1.5 ടേബിൾ സ്പൂൺ ഉരുക്കി ഒഴിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് വെച്ചാലും ചെയ്യാം. നല്ല അടിപൊളി റിസൾട്ട് കിട്ടിയ സാധനമാണ് കേട്ടോ. നമുക്ക് ഒരാഴ്ചത്തേക്കുള്ളത് ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം. ദിവസവും കുളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിത് ഉപയോഗിക്കുക. ശരീരം മൊത്തം വെളുക്കാൻ സഹായിക്കും. ടാൻ പൂർണ്ണമായും മാറും. അത്ര നല്ല അടിപൊളിയാണ്. ശർക്കര ഉരുകിയതിന് ശേഷം നമുക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാണ്ട്. അപ്പോൾ ശർക്കര ഒന്ന് നല്ലപോലെ ഉരുകട്ടെ. കൈ വിടാതെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ ശർക്കര ഉരുകി നല്ലപോലെ ഉരുകി കേട്ടോ. പണ്ട് ഡോക്ടർ ഒരു ഇത് പറയുണ്ടായി, നമ്മൾ പാലും ശർക്കരയും കൂടി ചെയ്താൽ നല്ലതാണ്. അന്നാണ് എനിക്ക് മനസ്സിലായത് ശർക്കര നമ്മുടെ സ്കിന്നിക്ക് നല്ലതാണെന്ന്. അതിനുശേഷം ശർക്കര വെച്ച് പല തരത്തിൽ ഞാൻ ഉണ്ടാക്കി നോക്കി. ഓരോന്നിനും ഓരോ റിസൾട്ടാണ്. ഇത് നല്ല അടിപൊളി റിസൾട്ട് തന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി നമുക്ക് ശർക്കര ഉരുകിയുണ്ട്. ഇത് നല്ലപോലെ സിമ്മിൽ വയ്ക്കുക. ഇപ്പം നല്ല സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ അരിപ്പൊടിയാണ്. അരിപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ടതും കട്ട കെട്ടിയ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് ഇളക്കി ശരിയാക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് നല്ല സിമ്പിൾ വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ അത് നല്ലപോലെ മിക്സാവുള്ളൂ. 2 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തത്. ഇതിപ്പോൾ ഞാൻ മുഖത്തേക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ മാവൊക്കെ നമ്മുടെ അരിമാവുണ്ടല്ലോ, അരിയുടെ പൊടി, അതൊക്കെ നല്ലപോലെ വെന്തു.
ഇപ്പോൾ നല്ല റെഡ് കളറിലിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറാൻ ഡെയിലി നിങ്ങളിത് ഉണ്ടാക്കി ഒരു ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആഴ്ചയിൽ ഒരു വട്ടം ഉണ്ടാക്കിയാൽ മതി. നമുക്കിത് ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് ദിവസവും ഉപയോഗിക്കുക. സ്കിൻ നല്ല തിളപ്പും നല്ല വെളുപ്പും മുഖത്തെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്, ബ്ലാക്ക് സ്പോട്ട്, മുഖത്തിന് നല്ല കളർ വരാൻ ഇത് മതി കേട്ടോ. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ കണ്ടുല്ലോ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. നല്ല അടിപൊളി ഗ്ലോയാണ് തരുന്നത്. അതുമാതിരി തന്നെ സ്കിന്നിന് നല്ലൊരു തിളക്കം തരുന്നുണ്ട്. നമ്മളിത് ഒരാഴ്ച ഉപയോഗിക്കുമ്പോഴേക്ക് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറം റിസൾട്ട് ഇത് തരുന്നുണ്ട്. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല സ്കിന്നിന് നല്ലൊരു തെളിച്ചം, നമ്മുടെ മുഖത്തെ ടാനൊക്കെ മാറാനും നല്ല പോലെ ഒരു കളർ, നമുക്ക് നല്ല കളറായിട്ട് തോന്നും. പിന്നെ നമ്മൾ ഡെയിലി ചെയ്യണതിലൂടെ നല്ല റിസൾട്ടായിട്ട് കിട്ടണത്. ഇതിട്ടാക്കി ഫ്രിഡ്ജിൽ വെക്കണം പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾക്കിത് അപ്ലൈക്കപ്പിൾ ഉണ്ടാക്കേണ്ടതല്ല. നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഒരാഴ്ച വരെ ഉപയോഗിക്കുക, ഒരു കുഴപ്പമില്ല. എന്താ പറയുക, അതുപോലെ തന്നെ ശർക്കരയാണെങ്കിലും നമ്മുടെ ബീട്രൂട്ടാണെങ്കിലും ശരി, നമ്മുടെ അരിപ്പൊടിയാണെങ്കിലും ശരി, ഇതെല്ലാം നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്നതാണ്. ബീട്രൂട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷൻ, മെലാസ്മ അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്ലാക്ക് സ്പോട്ടുകളൊക്കെ ഉണ്ടാവും ഓരോ സ്കിന്നിൽ, അതൊക്കെ മാറാൻ സഹായിക്കും. അതുപോലെ തന്നെ ടാനൊക്കെ പെട്ടെന്നാണ് ഇത് മാറ്റുക കേട്ടോ. അപ്പോൾ കൂടുതൽ വർത്തമാനം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി അടച്ചു വയ്ക്കും. ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കും. നമുക്കിത് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിക്ക് ഒരു സാധനം കൂടി ആവശ്യമുണ്ട്. മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് തൈരാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് തൈരോ പാലോ എടുക്കുക, നിങ്ങളുടെ സ്കിന്നിലേക്ക് ചേരേണ്ടത് എടുക്കുക. ഞാൻ തൈര് വെച്ചിട്ടാണ് മിക്സ് ചെയ്യാറ്. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പുളിച്ച തൈരാണ് വെച്ചാൽ അത്രയും റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട വിടാതെ നമ്മൾ കുറുക്കിയെടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ അതാ നല്ലപോലെ കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, മുഖത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. മുടിയൊക്കെ മാറ്റി നമുക്ക് നല്ല അടിപൊളിയിൽ നമ്മുടെ മുഖത്ത് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക. നല്ല പിങ്ക് കളറായി. ഇപ്പോൾ നമ്മുടെ തൈരൊക്കെ ഇങ്ങോട്ട് ചേർത്തപ്പോഴേക്കും നല്ല പിങ്ക് കളറായി. മുഖം നമ്മുടെ അതുപോലെ പിങ്ക് കളറാവാൻ ഇത് നല്ലപോലെ സഹായിക്കും കേട്ടോ. തേച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മേത്തൊക്കെ വീണു. നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് ഇത് മുഖത്തും കഴുത്തിലും കയ്യിലും കാലിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. നല്ല അടിപൊളിയായിട്ട് കളർ വരും കേട്ടോ. ഇത് ചുണ്ടിലും കൂടിയൊക്കെ തേക്കാൻ നമ്മുടെ ചുണ്ടിലത്തെ പിഗ്മെൻറ്റേഷൻ മാറാനും ടാൻ മാറാനും ഒക്കെ സഹായിക്കും. നല്ലൊരു മസാജ് കൊടുക്കുക. നല്ലൊരു മസാജിങ് ക്രീം പോലെയാണിത്. തരിയില്ലാത്ത അരിപ്പൊടി വെച്ച് നിങ്ങൾ ഉണ്ടാക്കുക. ഇനി അരിപ്പൊടി പറ്റാത്ത സ്കിൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ചേർക്കാൻ പറ്റിയത് കടലമാവാണ് കേട്ടോ. എന്ത് തേക്കുമ്പോഴും നിങ്ങളത് കഴുത്തിലും കൂടി തേച്ച് കൊടുക്കുക. കയ്യിലും കൂടി തേച്ചാൽ അത്രയും റിസൾട്ടായിരിക്കും. ഇട്ട് കൊടുക്കുക. കണ്ണിനിടയിൽ ഡാർക്ക് സർക്കിൾ മാറാനൊക്കെ ഇത് നിങ്ങളെ നല്ലപോലെ സഹായിക്കും കേട്ടോ. ഇപ്പം ഞാൻ മുഖം മുഴുവനും ഇട്ട് കൊടുത്തു.
ബാക്കിയുള്ളത് നമുക്ക് കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കാം. പിഗ്മെൻറ്റേഷനും നിങ്ങൾക്ക് മുഖത്ത് എവിടെയാണോ അവിടെ തിരി കട്ടിക്കിട്ട് കൊടുക്കുക. ഡാർക്ക് സ്പോട്ട് കാര്യങ്ങൾ അങ്ങനെയുള്ളത്. അതുമാതിരി തന്നെ നിങ്ങൾക്ക് കണ്ണിനടിയിൽ ഒരുപാട് ഡാർക്ക് സർക്കിൾ ഉണ്ടെന്ന് വെച്ചാൽ അവിടെ നല്ല കട്ടിക്കിട്ട് കൊടുക്കുക. അവിടെ മാത്രമായിട്ട്. അതിന് ശേഷം കഴുകി അത് ഉണങ്ങണതിന് മുമ്പ് തന്നെ കഴുകിയെടുക്കുക. നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ കഴുത്തിലും കയ്യിലും മുഖത്തും ഇട്ട് കൊടുത്തു. ഞാനിതൊന്ന് ഉണങ്ങാൻ അനുവദിക്കും. അതിന് ശേഷം കേട്ടോ കഴുകി കളയാറ്. നിങ്ങൾക്കൊരു 20 മിനിറ്റ് വരെയൊക്കെ ഇത് വെയിറ്റ് ചെയ്യാം. എൻ്റെ ഇവിടെയാണ് കുറച്ച് കൂടുതൽ കറുപ്പ് മൂക്കിൻ്റെ താഴെയായിട്ട്. അപ്പോൾ ഞാൻ അവിടെ ഇത്തിരി കട്ടിക്കിട്ട് കൊടുക്കുകയാണേ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം എൻ്റെ മുഖത്തിട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നല്ലപോലെ ഡ്രൈ ആയി. കഴുത്തൊക്കെ നല്ലപോലെ ഡ്രൈ ആയി കേട്ടോ. അപ്പോൾ ഞാനത് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ മുഖം കഴുകിയിട്ട് വന്നു. കയ്യും കഴുകി. നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയേക്കണത്. കഴുത്തിലും നല്ലോണം ഉണങ്ങി പിടിച്ച കാരണം കഴുത്തത്തേന്നും അധികം പോയിട്ടില്ല. എന്നാലും കഴുത്തത്തെ നമ്മൾ കുറച്ച് ദിവസം ചെയ്യുമ്പോഴേക്കും കഴുത്തിൽ നല്ല കറുപ്പുള്ളതിനൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളി റിസൾട്ട് തരുന്ന നല്ലൊരു പാക്കാണ്. എല്ലാവരും ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെ കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.